മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേരും എന്നെപ്പോലെയുള്ള ചില അമ്മമാർക്കെങ്കിലും ഉള്ളിലൊരു ടെൻഷനായിരിക്കും അവർ വരുമ്പോൾ എന്ത് കൊടുക്കും എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാനൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കടുക് പൊട്ടിച്ചു. ഇതിനകത്ത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവോളയാണ് ചേർത്തേക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് പകരമായിട്ട് ഉള്ളി വേണേൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം, അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തോട്ട് ഞാൻ 4 ചെറിയ മുട്ടയാണ് ചേർത്ത് കൊടുത്തേക്കണേ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചോറിൽ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഗരം മസാല ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഗരം മസാലയും കുറച്ച് അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറി കഴിയുമ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. നമുക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കൊടുത്തു വിടാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് കുട്ടികളുള്ള ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ വേണ്ടിയിട്ടോ ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു.